റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ പ്രോഫിറ്റബിൾ ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പറഞ്ഞു പോകുന്നത്. ഇത് അതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടില്ല. കാരണം നമ്മൾ വഴിയിൽ നിന്ന് കയറുന്ന ഒരാൾക്ക് കഴിഞ്ഞ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഓർഡറിലാണ് നമ്മൾ പറഞ്ഞു പോരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2 വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കോസ്റ്റ് കൺട്രോൾ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ 70% നിലനിൽക്കുന്നത് കോസ്റ്റ് കൺട്രോളിങ്ങിലാണ്. ആർക്കും അറിയില്ല നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് പോലും ഒരു 70% റെസ്റ്റോറന്റ് ഉടമകൾക്കും അറിയില്ല. പല റെസ്റ്റോറന്റുകളും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഫുഡ് കോസ്റ്റ് എത്ര വരുന്നു? ചില ആളുകൾ പറയും 60%, ചില ആളുകൾ പറയും 50%, ചില ആളുകൾ പറയും 40%. ഇവര് ഈ ഫുഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. എങ്ങനെയാണ് ഫുഡ് കോസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫുഡ് കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചൊന്നും ഈ ബിസിനസ് ഓണേഴ്സിന് യാതൊരു ധാരണയുണ്ടാവില്ല. അവരുടെ ഷെഫ് പറയുന്നു ഇന്ന ഫുഡ് ഉണ്ടാക്കാൻ ഇത്ര കിലോ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അത് ഇവരങ്ങ് വാങ്ങിക്കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. അതിന്റെ ഫുഡ് കോസ്റ്റിംഗ് എത്ര വരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ് എന്നുള്ളതോ ഒന്നും ഈ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നില്ല. ഇത് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ മുമ്പോട്ട് പോയി അവസാനം ഇദ്ദേഹത്തിന് പണത്തിന്റെ റോളിംഗ് ഒക്കെ മുട്ടുന്ന സമയത്താണ് ഇത് നഷ്ടത്തിലൂടെയാണ് ഈ ബിസിനസ് പോകുന്നത് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉൽപ്പന്നത്തിന്റെ വില നിലവാരം എങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. എന്തൊക്കെയാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങളിൽ വന്നിരിക്കുന്ന കോസ്റ്റുകൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഇതിൽ നമ്മുടെ ഫുഡ് കോസ്റ്റ് അറിയണം, യൂട്ടിലിറ്റി ബില്ലുകളുടെ ചെലവുകൾ അറിയണം, ലേബർ കോസ്റ്റ് അറിയണം, നമ്മുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസുകൾ അറിയണം. ഇത്രയും ചെലവുകളെ നമ്മളുടെ ഈ മെനു കോസ്റ്റിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി അതിന്റെ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ മെനു കോസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെയാണോ നിങ്ങൾ ബിസിനസ്സിൽ, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങളൊരു ഫുഡ് കോസ്റ്റിംഗ് ഒക്കെ എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലുകൾ എത്ര വരുന്നുണ്ട്, നിങ്ങളുടെ മറ്റുള്ള ചെലവുകൾ ലേബർ കോസ്റ്റുകൾ എത്ര വരുന്നുണ്ട്, മാർക്കറ്റിങ്ങിനായിട്ട് നിങ്ങൾ ചെലവുകൾ വരുത്തുന്നത് എത്രയാണ്, ഇത്തരത്തിലുള്ള ചെലവുകൾ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാറുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതാണ് ഈ ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോകുന്നതിന് കാരണം. നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉൽപ്പന്നം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കൊരു മസാല ദോശ നമ്മൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ മസാല ദോശയ്ക്ക് എത്ര രൂപ കോസ്റ്റ് വരുന്നുണ്ട്, അത് നമ്മൾ വിൽക്കുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് അതിലെ യൂട്ടിലിറ്റി ബില്ലിന്റെ കോസ്റ്റ് വരുന്നത്, അത് വിൽക്കുന്ന സമയത്ത് എത്രയാണ് നമ്മുടെ ലേബർ കോസ്റ്റ് വരുന്നത്, അത് വിൽക്കുമ്പോൾ എത്ര രൂപ നമ്മളിത് വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അതിൽ വരുന്നുണ്ട്, ഇത് കഴിച്ചിട്ട് എനിക്കൊരു പ്രോഫിറ്റ് അതിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രാറ്റജി, ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരണം. അതിന് റെസ്റ്റോറൻറ്റിൽ നമ്മൾ മെനു കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തന്നെയുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് പ്രൈസിങ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ലാഭം എതിലെയോ പോകും, നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. റെസ്റ്റോറന്റ് ബിസിനസ്സിൽ കോസ്റ്റ് കൺട്രോളിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ട പല മെത്തേഡുകളുണ്ട്. നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള തെഫ്റ്റുകൾ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വിലപ്പെട്ട പല മെനുകളും നമ്മുടെ ജീവനക്കാരാൽ ചിലപ്പോൾ നഷ്ടപ്പെടുത്തി പോകുന്നതുണ്ടാവാം, കഴിച്ചു പോകുന്നതുണ്ടാവാം. ഇതൊക്കെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മൾ പ്രത്യേകം അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിലെ പ്രോഫിറ്റബിലിറ്റി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സിലെ നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വില നിലവാരം എത്രയാണെന്ന് അറിയാനും അതിന്റെ വില നിലവാരത്തെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും നമുക്ക് കഴിയണം. അടുത്ത വീഡിയോയിൽ നമുക്ക് റെസ്റ്റോറന്റ് ബിസിനസ്സിലെ
പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട അടുത്ത ഒരു ഘടകത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.